പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു ഉമ്മ വിളിച്ചു എന്നോട് പറഞ്ഞു, കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, എല്ലാ വിഷയത്തിലും മുമ്പന്തിയിലായിരുന്നു. അതുപോലെ സ്കൂൾ വിട്ടു വന്നാൽ എൻ്റെ കൂടെ തന്നെ എല്ലാ വിഷയങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് കഥ പറയുകയും അതുപോലെ നല്ല പെരുമാറ്റം, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ. പിന്നെ നല്ല ചിട്ടയുള്ള കുട്ടിയായിരുന്നു, കളവ് പറയില്ല, പിന്നെ മോഷ്ടിക്കില്ല, എല്ലാവർക്കും ഇഷ്ടമാണ് ആ കുട്ടിയെ. ആ കുട്ടി പെട്ടെന്ന് കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കാണുന്നു. കുട്ടി കളവ് പറയുന്നു, അതുപോലെ പണം വീട്ടിൽ നിന്ന് അറിയാതെ എടുത്തുകൊണ്ട് പോവുകയാണ്, അതുപോലെ സംസാരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കം കുറവാണ്, ക്ഷീണം, ഇങ്ങനെ പല ലക്ഷണങ്ങളും കുട്ടിയിൽ പെട്ടെന്ന് കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ച് ഒരു ഉമ്മ വിളിച്ചിരുന്നു. ഇങ്ങനെ പല രക്ഷിതാക്കൾക്കും പല കുട്ടികളെക്കുറിച്ചും ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നമുക്കറിയാം, ഇന്ന് ലഹരിയുടെ ഉപയോഗം, ഇന്നത്തെ ലഹരിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് തന്നെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്നാണ്. അതായത് വാതിൽ പഠിക്കൽ നമുക്ക് ലഭിക്കാവുന്ന രൂപത്തിലായിരിക്കുന്നു ലഹരി ഉപയോഗങ്ങൾ. സ്കൂളിൽ ഉപയോഗിക്കുന്നു, അധ്യാപകർ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ. ഡോക്ടർമാർ, അതുപോലെ നഴ്സുമാർ, അതുപോലെ ഉയർന്ന ആളുകൾ വേലി തന്നെ വിളകൾ തിന്നുന്ന കാലം. അപ്പോൾ ഇതിൻ്റെ തിക്തഫലമായി തന്നെ കുട്ടികൾ സ്വന്തം ഉപ്പയെ കൊല്ലുന്നു, ഉമ്മയെ കൊല്ലുന്നു, അതുപോലെ അധ്യാപകനെ ആക്രമിക്കുന്നു, കൊള്ളയടിക്കുന്നു, അതുപോലെ മോഷണ സ്വഭാവം, പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുകയാണ് കുട്ടികൾ തന്നെ പഠനത്തിൽ പിന്നിൽ പോകുന്നു. അവരുടെ ശരീരം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്, നശിച്ചു പോവുകയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് തന്നെ അനുഭവമാണ്, ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഈ ഡ്രഗ്സിന് അഡിക്റ്റാണോ, അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാനുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ലക്ഷണങ്ങൾ, അടയാളങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അതുപോലെ അതിൻ്റെ കാരണങ്ങൾ, അതിനുള്ള സൊല്യൂഷൻ, പ്രതിവിധികൾ, അതുപോലെ ഏറ്റവും നല്ല പരിഹാരം ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ അത് നിങ്ങളെ അറിയിക്കും. ഈ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു, ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ ട്രിഗർ, അതിൻ്റെ കാരണങ്ങൾ. ഈ കുട്ടി ഈ ലഹരി ഉപയോഗിക്കാൻ കാരണം എന്താണ് ഈ കുട്ടി ഉപയോഗിക്കുന്നത്, എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കുട്ടിയോട് ആദ്യ രൂപത്തിൽ നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അസ്വാഭാവികമായ രൂപത്തിൽ പെരുമാറാൻ പാടില്ല. സാധാരണഗതിയിൽ ആ കുട്ടിയോട് പെരുമാറുന്നത് പോലെ പെരുമാറുകയും കുട്ടി അറിയാത്ത രൂപത്തിൽ കുട്ടിയുടെ സുഹൃത്തുക്കളെ കുറിച്ചും അധ്യാപകരോടും അതുപോലെ കുട്ടി ബന്ധപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കുട്ടിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുക. പിന്നീടാണ് കുട്ടിയോട് വളരെ ശാന്തമായ രൂപത്തിൽ കുട്ടി ഏറ്റവും നല്ല നമ്മളോട് മനസ്സ് തുറക്കുന്ന, നമ്മളോട് കുശലം പറയുന്ന ആ സമയത്ത് നമുക്ക് കുട്ടിയോട് തുറന്ന് സംസാരിക്കാം. അത് വേറെ കാര്യം. ഇതിപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ലഹരി കുട്ടികൾ ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കുട്ടികളും വ്യത്യസ്ത കാരണങ്ങളാണ്. ചില കുട്ടികൾ ക്യൂരിയോസിറ്റി, അതായത് പിന്നെ പല ഈ അവയർനെസ് ക്ലാസ്സുകൾ, നമ്മളിപ്പോൾ സേ നോ ടു ഡ്രഗ്സ്, പിന്നെ നമ്മൾ ലഹരി വിമുക്ത ക്യാമ്പസുകൾ, അതിനോട് നമുക്ക് നോ പറയാമെന്നൊക്കെ പറഞ്ഞ് പല അവയർനെസ് ക്ലാസ്സുകൾ പല രൂപത്തിൽ നമ്മുടെ നാടുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും മാറ്റങ്ങൾ വരില്ല, ഒരു നിലക്കും ഒരു മാറ്റങ്ങളും വരില്ല. ഈ ലഹരിക്ക് അഡിക്റ്റായ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് കാരണങ്ങൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ചില കുട്ടികളിൽ വ്യത്യസ്ത കാരണങ്ങളാണ്. ചില കുട്ടികൾക്ക് പല ക്ലാസ്സുകളിലും പല സുഹൃത്തുക്കളും അതുപോലെ പല സ്ഥലങ്ങളിലും കേൾവി ഉണ്ടാവും, ഇത് ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്, ഇത്ര ശതമാനം കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതിനുള്ളൊരു ആസക്തി, അതൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയാവാം. അതുപോലെ മറ്റു ചില കുട്ടികളിൽ പിയർ പ്രഷർ, അതായത് സുഹൃത്തുക്കൾ, ഈ കുട്ടി നല്ല കുട്ടിയായിരുന്നു, പഠിക്കുന്ന കുട്ടിയാണ്, മോശ സ്വഭാവമുള്ള കുട്ടിയായിരുന്നില്ല, പക്ഷേ മറ്റുള്ള സുഹൃത്തുക്കൾ ഇതുപോലെ അവരുടെ പ്രഷർ കാരണം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ആളുകൾ കുട്ടിയുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്ന് കുട്ടിക്ക് ആ പ്രഷർ മുഖേന കുട്ടി ചിലപ്പോൾ ഉപയോഗിക്കുന്നതാവാം. അതുപോലെ മറ്റു കാരണങ്ങളാവും ആൻസൈറ്റി, അതുപോലെ ഡിപ്രഷൻ, അതുപോലെ മാനസിക സമ്മർദ്ദമുള്ള കുട്ടികൾ ചിലപ്പോൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാകാം. താൽക്കാലികമായ റിലീഫ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഡ്രഗ്സുകൾ ഉപയോഗിക്കണം. പിന്നീട് ഈ MDMA പോലെയുള്ള ഈ ലാബുകളിൽ ഉണ്ടാക്കുന്ന കൃത്രിമമായ ഈ വസ്തു, ഈ ഒരു ലഹരി രാസ വസ്തു, ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന് ഉപയോഗിച്ച ആളുകൾക്കറിയാം. നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചവരാണ്.
താൽക്കാലികമായ ഒരു റിലീഫ് ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഇത് അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. ഈ കുടുംബത്തിൽ പ്രശ്നമുള്ള കുട്ടികളുണ്ടാവാം. കുടുംബ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, വീട്ടിൽ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള കുടുംബ വഴക്കുകളൊക്കെ ഉള്ള വീടുകളിലുള്ള കുട്ടികളും ഇതുപോലെയുള്ള ഡ്രഗ്സിന് അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ആ കുട്ടിക്ക് ഉപദേശം കൊടുക്കുകയോ അവയർനെസ് ക്ലാസ് കൊടുക്കുകയോ ചെയ്യേണ്ടതല്ല. കാരണങ്ങൾ മനസ്സിലാക്കി കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിനുശേഷമാണ് കുട്ടിയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത്. അതുപോലെ ചില കുട്ടികൾ പ്രണയത്തിൽപ്പെട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രണയം ഇല്ലാതായി പോയി, നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പേരിൽ ചില കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവാം. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. അങ്ങനെ പല കാരണങ്ങളുമാണ് നമ്മുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾ ഇല്ലാതാക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം എന്നുള്ളത്. അതുപോലെ ജനറ്റിക് ഫാക്ടർ. വീട്ടിൽ ഉപ്പയും അതുപോലെ ജ്യേഷ്ഠാഞ്ചന്മാർ, അതുപോലെ കുടുംബത്തിലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ, ആ കുട്ടിയും അത് ഉപയോഗിച്ച് തുടങ്ങാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈസി അവൈലബിലിറ്റിയാണ്. ഇതിൻ്റെ ഒരു ലഭ്യത സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്നാണ്. വാതിൽ പടിയിലെ ലഹരി വസ്തുക്കൾ അത് നമുക്ക് സുലഭമായി കുട്ടികൾക്ക് ലഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഒരുപാട് കാരണങ്ങൾ. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാനുള്ള ലക്ഷണങ്ങൾ, ശാരീരികമായ ലക്ഷണങ്ങൾ. ഈ കുട്ടികളുടെ കണ്ണുകൾ നോക്കിയാൽ എപ്പോഴും ചുവന്ന നിറത്തിലായിരിക്കും കുട്ടികളുടെ കണ്ണുകൾ. അതുപോലെ ഇവിടെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് പാടുകൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ MDMA പോലുള്ള മരുന്നുകൾ കുട്ടികൾ പിന്നെ പൊടികളായും അതുപോലെ ഇഞ്ചക്ഷനുകളായും അതുപോലെ പിന്നെ ടാബ്ലറ്റ് രൂപത്തിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇപ്പോൾ പറയുന്നത് കണ്ണുകളിലൂടെയും അതുപോലെ മൂക്കിലൂടെയും വായിലൂടെയും മലദ്വാരത്തിൽ വരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ള ഞരമ്പുകളിലൂടെ കുത്തിക്കയറ്റുകയാണ് ഇത്തരത്തിലുള്ള മാരക വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ. അപ്പോൾ ശരീരത്തിൽ നമ്മൾ കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നോക്കിയാൽ പാടുകൾ കാണും. അതുപോലെ എപ്പോഴും ഒരു ക്ഷീണമായിരിക്കും കുട്ടികൾക്ക്. ഭക്ഷണത്തിലുള്ള ഒരു മാറ്റങ്ങൾ. സാധാരണ നന്നായി ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടി തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാത്ത കുട്ടി നന്നായി ഭക്ഷണം കഴിക്കുന്നു. ശരീരം മെലിഞ്ഞു പോവുകയാണ്, എഴുന്നേറ്റ് നിൽക്കാത്ത അവസ്ഥ, വിറയൽ വരിക, സംസാരിക്കുമ്പോൾ ഒരു തപ്പിത്തടവലുകൾ, അതുപോലെ മാനസികമായ പ്രശ്നങ്ങൾ ഈ കുട്ടികളിൽ കാണാം. മാനസികമായ ലക്ഷണങ്ങൾ, അതായത് ഈ കുട്ടികൾക്ക് എപ്പോഴും ഒരു സമ്മർദ്ദം ഉള്ളതുപോലെ ആയിരിക്കും കുട്ടികളുടെ പെരുമാറ്റം. അതുപോലെ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ, റൂമിൽ തന്നെ നിൽക്കുക, ആരോടും സംസാരിക്കുന്നില്ല, വീട്ടുകാരോട് സംസാരിക്കുന്നില്ല, മൊബൈലുമായി ഇങ്ങനെ കൂടി കഴിയുകയാണ്. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാ വിഷയത്തിനും വാശി കാണിക്കുക, അതുപോലെ കളവ് പറയുക, വീട്ടിലെ വസ്തുക്കൾ മോഷ്ടിക്കുക, ഇങ്ങനെ തുടങ്ങിയ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ. അതുപോലെ മാനസികമായ ചില പ്രശ്നങ്ങൾ ഈ കുട്ടികളിൽ നമുക്ക് പ്രകടമാകും. അതുപോലെ ഈ കുട്ടികൾ പഠനത്തിൽ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നു, ശ്രദ്ധ കിട്ടുന്നില്ല, താല്പര്യമില്ല, ഓർമ്മക്കുറവ്, ഇങ്ങനെ പല കാരണങ്ങളും ഈ കുട്ടികളിൽ കാണാൻ കഴിയുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ടത്, നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ ഈ കുട്ടികളെ റൂമിലേക്ക് കയറി പോകുമ്പോൾ കുട്ടികൾക്കൊന്നും പറയാറില്ലല്ലോ. ഈ കുട്ടികൾ നമ്മൾ ആ കുട്ടിയുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ കുട്ടികൾ ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത കാണിക്കും. ചിലപ്പോൾ സമ്മതിക്കില്ല റൂമിലേക്ക് കയറാനോ, കുട്ടിയുടെ ബാഗ് നമ്മൾ ചെക്ക് ചെയ്യാനോ ഒന്നും സമ്മതിക്കില്ല. ഇത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുടെ ബാഗ് കുട്ടികളുള്ള സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുട്ടി അത് മാറ്റി വെക്കാൻ ശ്രമിക്കും. കുട്ടികൾ അറിയാത്ത രൂപത്തിൽ കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം കുട്ടികളുടെ ബാഗുകൾ, അവർ പെൻസിൽ, പേന ഉപയോഗിക്കുന്ന ബോക്സുകൾ എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് ഉപയോഗശൂന്യമായ പേനകൾ, വലിയ വലിയ പേനകളൊക്കെ കാണാം. അതിൻ്റെ ഉള്ളിൽ സിഗരറ്റുകൾ വെച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇത് ഉപയോഗിച്ച കുട്ടികൾ പറയുന്നുണ്ട്. അതുപോലെ ഈ കടലാസ്, അതുപോലെ നോട്ട്, അത് നമ്മൾ സാധാരണ ഇതിൽ മടക്കി രൂപത്തിൽ ഉപയോഗിക്കുന്നത് കാണുന്നു. അതുപോലെ ഒരുപാട് ചുരുട്ടി വെച്ച കടലാസുകൾ കുട്ടികളെ ബാഗിലോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ മറ്റുള്ള കാർഡുകൾ, അതുപോലെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ സാധാരണ കുട്ടികളിൽ ഒന്നും കാണാത്ത വസ്തുക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യണം. അതുപോലെ പഴയ സുഹൃത്തുക്കളിൽ നിന്ന് മാറി പുതിയ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് കുട്ടി പോവുക, ഇങ്ങനെ തുടങ്ങി പല ലക്ഷണങ്ങളും ഈ കുട്ടികളിൽ കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ കുട്ടി, ഇതിൻ്റെ ലക്ഷണം മാത്രമല്ല, ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാം. പക്ഷേ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളിലും ഈ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമ്മളെ കുട്ടികളിൽ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ
കണ്ടെത്തുക. ഒരു കുട്ടി ഇതിന് അടിമപ്പെട്ടു എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുട്ടി പോലും അറിയാത്ത രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുന്നത് കുട്ടിയുടെ അധ്യാപികന്മാരോട്, സ്കൂളുകളിൽ, അതുപോലെ മദ്രസകളിൽ, അവിടെയുള്ള അധ്യാപകരോട്, കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളോട് പെരുമാറ്റം, പഠനത്തിലുള്ള കുട്ടിയുടെ അവസ്ഥ, ക്ലാസ്സിലുള്ള കുട്ടിയുടെ അവസ്ഥ, പെരുമാറ്റ രീതികൾ, അതിലുള്ള മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അവരോടും ആദ്യം നമ്മൾ പറയരുത്. അത് പിന്നീട് ചിലപ്പോൾ ചില അധ്യാപകന്മാർ അത് പെട്ടെന്ന് ഔട്ട് ചെയ്യും. അപ്പോൾ അതും കുട്ടിക്കും അറിയും, അതും പ്രശ്നം എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അറിയാത്ത രൂപത്തിൽ ആദ്യം അന്വേഷിക്കുകയും പിന്നീട് രണ്ടാമത് കുട്ടിയോട് തന്നെ നമുക്ക് തുറന്ന് സംസാരിക്കുകയും ആദ്യം ചെയ്യേണ്ടത്. ഇതിന് ഒരാളെ കാണിച്ചാൽ മാത്രം പോരാ. ഇതിന് നമ്മൾ ഏറ്റവും നല്ല പരിഹാരം മൾട്ടി ഡിസിപ്ലിനറി ടീം, അതായത് ഒരുപാട് ആളുകൾ വേണം ഈ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ. ഒന്നാമതായി കുട്ടികളുടെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരും. അതുപോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും, സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടി വരും. ചിലപ്പോൾ ഡി അഡിക്ഷൻ കോർഡിനേറ്റർ, ഡി അഡിക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നമ്മളിതിൽ കാണേണ്ടി വരും. ഒരു മെഡിക്കൽ ടീമാണ് ഇവരെ ശരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഡ്രഗ്സിന് അഡിക്റ്റായ കുട്ടികൾക്ക് ഏറ്റവും നല്ല പരിഹാരം, നിങ്ങൾ എൻ്റെ നമ്പർ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ, അതായത് ഒരുപാട് ഡോക്ടർമാർ കാണിച്ചു. ഇപ്പോൾ ഈ MDMA പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാൽ അതിനെ പൂർണ്ണമായി നിർവീര്യം ചെയ്യാനുള്ള മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ പെട്ടുപോയ കുട്ടികൾ ഒരു നിലക്കും അതിന് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. പല മരുന്നുകളും നൽകി നോക്കി, കുട്ടി മാറുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടി അങ്ങനെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല, അതിന് 100% കുട്ടിയെ മാറ്റിയെടുക്കാനുള്ള നല്ല പരിഹാരം ഞാൻ നിങ്ങളെ അറിയിക്കും. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ ഉണ്ട് എങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോകൾ നമ്മൾ വീണ്ടും ചെയ്യും. നമ്മുടെ ചാനലുകൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.